അത്യാധുനിക സജ്ജീകരണങ്ങളോടെ 4 നിലകളിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കോഴിക്കോട് DCC ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. K കരുണാകരന്റെ പേര് നാമകരണം ചെയ്ത കെട്ടിടത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പക്ഷേ K മുരളീധരൻ പങ്കെടുത്തില്ല. 24,000 ചതുരശ്ര അടിയിൽ ആധുനിക സൗകര്യങ്ങളോടെ സംഘടനാ പ്രവർത്തനത്തിന് ആവശ്യമായ എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിയാണ് പുതിയ DCC മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത്. 27 മാസക്കാലം കൊണ്ടാണ് 4 നിലയിലുള്ള കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP നവീകരിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പരിപാടിയിൽ കേന്ദ്രത്തിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. കോൺഗ്രസ് ഉള്ളിടത്തോളം കാലം RSS അജണ്ട നടപ്പിലാക്കില്ലെന്നും സമുദായങ്ങളെ തമ്മിൽ അടുപ്പിക്കുന്ന ശ്രമങ്ങൾ നടത്തില്ലെന്നും KC വേണുഗോപാൽ പറഞ്ഞു. നിങ്ങൾ ഇന്ത്യയിലെ നിയമനിർമ്മാണങ്ങളുടെ ചരിത്രം എടുത്തു നോക്കിയാൽ BJP വന്നതിന് ശേഷം ഓരോ നിയമനിർമ്മാണങ്ങളും ടാർഗറ്റഡ് ലെജിസ്ലേഷനാക്കാനാണ് BJP ശ്രമിച്ചത്. ഓരോ സമുദായത്തെ കോർണർ ചെയ്യാൻ ശ്രമിച്ചത്. അത് കർണാടകത്തിൽ ആദ്യം കൊണ്ടുവന്നവർ അവർ ഭരിച്ചപ്പോൾ അത് കൺവേർഷൻ ബില്ലായിട്ടാണ് കൊണ്ടുവന്നത്, ക്രൈസ്തവർക്കെതിരായിട്ടാണ്. ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും ക്രൈസ്തവർക്കെതിരായിട്ടാണ് സംഘപരിവാറിന്റെ എല്ലാ ആയുധങ്ങളും മുന്നോട്ട് പോകുന്നത്. കേരളത്തിൽ വന്നപ്പോൾ കേരളം ഒരു സോഫ്റ്റ് ടാർഗറ്റ് ആക്കാൻ എന്താ മാർഗം? മുസ്ലിം ക്രിസ്ത്യൻ വൈരാഗ്യം കത്തിച്ച് എങ്ങനെ രാഷ്ട്രീയ പങ്കെടുപ്പ് നേടാൻ കഴിയും? അവർക്കറിയാം ഇവിടെ ചെലവാക്കേണ്ടത് വർഗീയതയാണ്. ആ വർഗീയത ചെലവാക്കണമെങ്കിൽ കേരളത്തിൽ മുസ്ലിം വിരോധം വ്യാപിപ്പിച്ച് വർദ്ധിപ്പിക്കുക. ഇപ്പം എന്തൊക്കെയാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് ഈ ബില്ലിനെ കുറിച്ച്? വഖഫ് ബില്ല്, നിങ്ങളുടെ പ്രോപ്പർട്ടി വഖഫാക്കാം, എൻ്റെ പ്രോപ്പർട്ടി വഖഫാക്കാം, ആരുടെ പ്രോപ്പർട്ടിയും വഖഫാക്കാം, പിന്നെ നിങ്ങളെ എല്ലാം ബാധിക്കുന്നവർ. എന്ത് അസംബന്ധമാണ് ഈ പറഞ്ഞത്? കോൺഗ്രസ് ഒരിക്കലും വോട്ടിന് വേണ്ടി ഈ നാട്ടിലെ ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ കൂട്ടുനിൽക്കാറില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നിലപാട്. 10 വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നാട്ടിലെ ജനങ്ങളെ അവരുടെ സ്വൈര്യ ജീവിതം തകർത്ത് അവരെ തമ്മിലടിപ്പിക്കുന്ന രാഷ്ട്രീയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു കാലത്തും സ്വീകരിച്ചിട്ടില്ല, നാളെയും സ്വീകരിക്കില്ല. മുഖ്യമന്ത്രിക്കെതിരെയും പ്രതിപക്ഷം ആഞ്ഞടിച്ചു. മക്കളെ സംരക്ഷിക്കാനുള്ള കൊള്ളയാണ് സർക്കാർ നടത്തുന്നതെന്നും പിണറായി വിജയൻ എന്താണെന്ന യാഥാർത്ഥ്യം ജനങ്ങൾ മനസ്സിലാക്കണമെന്നും KPCC പ്രസിഡന്റ് K സുധാകരൻ പറഞ്ഞു. CPM മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ കേസിൽ കേരളം കാണാനിരിക്കുന്നതും ഈ നാടകത്തിന്റെ തുടർച്ച മാത്രമാണ്. അദ്ദേഹം കാട്ടിക്കൂട്ടിയ എല്ലാ കൊള്ളയുമുണ്ടല്ലോ, ആ കൊള്ളയെല്ലാം സ്വന്തം മക്കളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ളതാണ്. ഇത്ര മക്കളോട് സ്നേഹമുള്ള ഒരച്ഛനെ ഈ ഭൂമണ്ഡലത്തിൽ എവിടെയും കാണില്ല. അതുകൊണ്ട് പിണറായി വിജയന്റെ മനസ്സിനെ കുറിച്ചുള്ള ഒരു യാഥാർത്ഥ്യ ചിത്രം നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഉണ്ടാകണം. ഉമ്മൻചാണ്ടി ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തുടർന്ന് ഗാന്ധി പ്രതിമ അനാച്ഛാദനം പ്രതിപക്ഷ നേതാവ് VD സതീശനും ജവഹർലാൽ നെഹ്റു പ്രതിമ അനാച്ഛാദനം കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തലയും നിർവഹിച്ചു. പരിപാടിയിൽ നേതൃനിരയിലുള്ള നേതാക്കളെല്ലാം എത്തിയിട്ടും K മുരളീധരൻ പരിപാടിയിൽ എത്താതിരുന്നത് കോൺഗ്രസിനോടുള്ള അതൃപ്തി ഉളവാക്കുന്നതായിരുന്നു. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.